അന്ന് എന്താ സംഭവിച്ചത്? ആരുടെ വീഴ്ചയായിരുന്നു അത്? വീഴ്ച എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ മൊഴി കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ഞാൻ എങ്ങനെയാണ് നിർണ്ണയിക്കുക? കളക്ടർ പറയുന്നത് ഈ ക്യാഷ് ഒരു പ്രശ്നമായിരുന്നില്ല, എത്ര വേണേലും തരാമായിരുന്നല്ലോ. ക്യാഷ് സംബന്ധിച്ച് ആരും ഒരു വിഷയം പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. ഇതൊരു വലിയ തുക ആയതുകൊണ്ടാണോ നമ്മൾ അന്യായമായ തുക എന്നുള്ളത് കൊണ്ടാണ് ആരോഗ്യവകുപ്പിനെ ഏൽപ്പിച്ചത്. കുറഞ്ഞ തുകയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും നോക്കത്തില്ലായിരുന്നോ? അല്ല, ആരോഗ്യവകുപ്പിന്റെ സംവിധാനങ്ങളുണ്ടല്ലോ. ഒരു വീഴ്ച പറ്റിയെന്ന് തോന്നുന്നു. തീർച്ചയായും വീഴ്ച വന്നിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അവരുടെ ഏത് ബുദ്ധിമുട്ടുകളും ഏത് സമയത്തും പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. കളക്ടർ പറയുന്ന വീഴ്ച വന്നു എന്നാണല്ലോ. അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഇല്ല, എന്റെ ഭാഗത്ത് ഒരു വീഴ്ച വന്നത് അത് അന്വേഷണം കഴിയട്ടെ. അന്വേഷണം കഴിയട്ടെ, അതിന് ശേഷം പറയാം. പരിയാരം മെഡിക്കൽ കോളേജിലാണോ ഒരു വീഴ്ച വന്നത്? അങ്ങനെ എനിക്ക് ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. ശരി.